നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുമ്പം ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞാനൊന്നും ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് നല്ല സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ, ഈ ഗ്ലാസ് ജാർ, ക്യാപ്സിക്കത്തിൻ്റെ മോഡലിലുള്ള ലിഡുള്ള ഈ ഗ്ലാസിൻ്റെ ജാറുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് വാങ്ങാനാണ് ഞാൻ പോയത്. മുമ്പ് ഒരു ദിവസം പോയപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ടാട്ടോ പോയത് ഞാൻ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിയില്ല കേട്ടോ. ഇനി അടുത്തൊരു ദിവസം വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഇതുപോലത്തെ ബിരിയാണി പോട്ടുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഇതാണ് കടയിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാനായിട്ട് സെറാമിക്കിൻ്റെ പ്ലേറ്റുകൾ, ഡിന്നർ സെറ്റുകൾ, ടീ സെറ്റുകൾ, നിലവിളക്കുകൾ എല്ലാം ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളുകൾ, അതും സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഷോപ്പുമായിട്ട് എനിക്ക് തോന്നി ഏകദേശം ഒരു 10-15 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ബന്ധമാണ് കേട്ടോ. കാരണം എപ്പോഴും ഞാൻ അവിടെ തന്നെ പോയിട്ട് സാധനങ്ങൾ അപൂർവം കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്, ഓൺലൈനൊക്കെ വാങ്ങാറുണ്ട്. അല്ലാതെ എല്ലാം ഈ ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ. വിവിധ തരത്തിലുള്ള കളറുണ്ട്, ഡിസൈനുണ്ട്, ഒക്കെ നമുക്ക് ഏത് വേണമെങ്കിലും മറ്റൊരു കടയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഗ്ലാസിൻ്റെ ഈ ബൗളുകൾ കേട്ടോ. അതിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് നല്ലൊരു സ്റ്റാൻഡ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ അതേപോലെ സെറാമിക്കിൻ്റെ ഭരണികൾ, ഇതും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട സംഭവമാണ്. എനിക്കുണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ ഇതുപോലത്തെ ഭരണികൾ വലുത് അത് ഇവിടുന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ വലുതാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അത്ര വാങ്ങാനായിട്ട് നിന്നില്ല. എനിക്ക് വേണ്ടത് അതായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് വാങ്ങിയില്ല, അടുത്തൊരു ദിവസം വാങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ പിന്നുള്ളത് ബൗളുകളാണ്. സെറാമിക്കിൻ്റെ പല തരത്തിലുള്ള, പല മോഡലിലുള്ള, പല കളറിലുള്ള ബൗൾ സെറ്റുകൾ ഇഷ്ടം പോലെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ പിന്നെ എല്ലാം ഒന്ന് കണ്ടു, അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഐറ്റംസൊക്കെ, പുതിയ പുതിയ ഐറ്റംസ് ഒരുപാട് എനിക്ക് പരിചയപ്പെടുത്തി. ഞാൻ തുടർന്ന് വീഡിയോയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാനിതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കണ്ടോ, നോൺ സ്റ്റിക്കിൻ്റെ വലിയ വലിയ പോട്ടുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഈ കടയിൽ. ഇതേപോലെ ഈ ബൗൾ സെറ്റുകളൊക്കെ എനിക്കുണ്ട്. അത് ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസിൻ്റെ ഈ ബൗളുകൾ നല്ല ഭംഗിയുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ പല മോഡലിലായിട്ട് നിന്ന് പല ഷേപ്പിൽ അതെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെ കാസറോള്, നമ്മുടെ ബിരിയാണി പോട്ടിൻ്റെ ഷേപ്പാണ് കേട്ടോ അതിന്. ഇത് ഈ ഒരു കാസറോൾ എന്ന് പറയുമ്പോൾ ഇതിൽ ലിഡൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വീഡിയോ എടുത്ത് തുറന്നൊക്കെ കാണിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ലിഡാണ് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാസറോളിൻ്റെ ഈ സെറ്റുകൾ, ഈ ഒരു പോട്ടും നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമുക്ക് കിച്ചണിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കിച്ചൺ കാണാനായിട്ട്. ഇതുപോലുള്ള സെറാമിക്കിൻ്റെ ഭരണികൾ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ട്, ഇത് ഒരുപാട് അളവിലുള്ളതുണ്ട്. ഒരുപാട് ചെറുത് തൊട്ട് വലുത്, അങ്ങനെ ഒരുപാട് അളവിൽ നമുക്കിവിടുന്ന് വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് തുറന്ന് കാണിച്ചു തരികയാണ്. നമുക്ക് കുറച്ചധികം ബിരിയാണിയൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. പിന്നെ ഈ കാണുന്നത് ഗ്ലാസിൻ്റെ ഈ പുതിയൊരു ഐറ്റം എന്നോട് പറഞ്ഞു, പുതിയൊരു ഗ്ലാസിൻ്റെ സെറ്റാണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സെറാമിക്, ഇതെനിക്ക് ഭയങ്കര, എത്ര കണ്ടാലും മതി വരാത്ത ഒരു സംഭവമാണ് കേട്ടോ സെറാമിക്കിൻ്റെ ഈ ഭരണികൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഇൻട്രോയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ക്യാപ്സിക്കത്തിൻ്റെ മോഡലുള്ള ലിഡുള്ള ഈ കുഞ്ഞു കുഞ്ഞു ജാറുകൾ. പിന്നെ സ്റ്റീലിൻ്റെ ഒരുപാട് വലിയ കളക്ഷനാണ് കേട്ടോ ഇവിടെയുള്ള. തൂക്കുപാത്രങ്ങൾ, പുട്ടുകുടങ്ങൾ, ഇതുപോലെ പിന്നെ സ്പൂണുകൾ, സ്റ്റീലിൻ്റെ ബൗളുകൾ, പ്ലേറ്റുകൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടുന്ന് വാങ്ങാനായിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൽ കയറിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറെ ഒരു ഷോപ്പിൽ പോകേണ്ടതായിട്ട് വരുന്നില്ല. കുറച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ഓൺലൈനൊക്കെ നേരത്തെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങുന്നത്.
ഫൈബറിൻ്റെ പ്ലേറ്റുകൾ, പിന്നെ ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവ്, ഫ്ലാസ്കുകൾ. ഞാനിപ്പം വീഡിയോസിലൊക്കെ കാണുന്നില്ലേ നിങ്ങൾ എൻ്റെ സ്റ്റൗവ്, അത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. 4 ബർണറിൻ്റെ സ്റ്റൗവ്, അതും ഒരു 12 വർഷമെങ്കിലായിട്ടുണ്ടാവും ഇവിടെ ഞാൻ വാങ്ങിയിട്ട്. പിന്നെ ഇത് സ്റ്റീലിൻ്റെ ഫ്ലാസ്കുകൾ, ഇതുപോലെ തന്നെയാണ് ഈ ഗ്ലാസിൻ്റെ ഭരണികൾ. ഇതുപോലുള്ള വലിയ ഭരണികൾ ഈ ഇടക്കാലം വെച്ചിട്ട് കാണാനില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെയുണ്ട് കേട്ടോ. ഇത് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ലതാണിത്. എനിക്ക് തോന്നുന്നു ഒരു 5 കിലോ ഒക്കെ കൊള്ളുന്ന ഭരണികളാണെന്ന് തോന്നുന്നത്. പിന്നെ അത് വന്നിട്ട് ഒരു 50 ഗ്രാം കൊള്ളുന്നത് വരെ ഇതിലുണ്ട്. ഈ കുഞ്ഞ് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. ആ നേരത്തെ പറഞ്ഞ മോഡലുള്ള ജാറുകളൊക്കെ ഞാൻ കണ്ടത് അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഭരണികളാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട കളർഫുള്ളായിട്ടുള്ള ആ പോട്ടുകൾ റെഡ് കളറിലൊക്കെ വരും, നല്ല രസമാണ് കേട്ടോ. പിന്നെ നിലവിളക്കുകൾ ഏത് അളവിൽ നമുക്ക് ഏത് വലിപ്പത്തിലുള്ളത് വേണമെങ്കിലും, ചെറുത് തൊട്ട് ഒരുപാട് വലുത് വരെ ഉള്ളത്. പിന്നെ സേവനാഴി, ഇങ്ങനെ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇത് ഓയിൽ ഡിസ്പെൻസറാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ വിചാരിച്ചിട്ടുള്ളത് നമുക്ക് ആമസോണിൽ നിന്നേ പറ്റുള്ളൂ കേട്ടോ. ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഹാൻഡ് വാഷ് ഡിസ്പെൻസറും ഉണ്ട് കേട്ടോ ഇവിടെ. ഹാൻഡ് വാഷ് ഡിസ്പെൻസറൊക്കെ ഉള്ളതായിട്ട് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ സാധാരണ വാങ്ങുന്നത് ബോട്ടിലല്ലേ, ഞാനധികം അങ്ങനെ കേട്ടോ വാങ്ങുന്നത്. എന്നിട്ട് അത് കഴിയുമ്പോൾ കാലിയായ ബോട്ടിൽ ഒഴിച്ച് വയ്ക്കും. നമ്മൾ ബൈ ചാൻസിൽ നമ്മൾ കവറിലാണ് വാങ്ങിയത്, പാക്കറ്റ് വരുമല്ലോ, അതാണെങ്കിൽ ഇത് തീരുന്ന അതിലൊഴിച്ച് വയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇതുപോലെ ഡിസ്പെൻസറുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ തന്നെ എല്ലായിടത്തും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എല്ലാം എനിക്ക് എടുത്ത് കാണിച്ചു തന്നിട്ട് ഒക്കെ ഓരോ ഐറ്റങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു കേട്ടോ. അതായത് ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ്. ഇതാ കണ്ടോ, അതിന് നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ മിക്സികൾ, ഏത് കമ്പനിയുടെ മിക്സികൾ വേണേലും ഇവിടെ ഉണ്ട്. ഇത് അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു സ്റ്റീമർ അതെടുത്താണ് കേട്ടോ ഇത്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു. അത് നമുക്ക് ഇഡ്ഡലിപ്പാത്രത്തിനൊക്കെ അപേക്ഷിച്ച് നമുക്ക് എളുപ്പം കുറച്ച് സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ വളരെ നല്ലതാണല്ലോ. ഒതുക്കമുണ്ട് നമ്മുടെ കിച്ചണിൽ വെക്കും. പിന്നെ ഈ മാറ്റുകൾ, ഇതും എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇനി അടുത്തൊരു ദിവസം വാങ്ങാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ട്രേകൾ, പല അളവിലുള്ളത്, പല വലിപ്പത്തിലുള്ള ട്രേകൾ, അതും നല്ല ഭംഗിയാണ്. നമ്മുടെ കിച്ചണിലൊക്കെ നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ കുറേ നാൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കിച്ചണിലേക്ക് ആവശ്യമുള്ള ഒന്നും എടുത്ത് പറയണ്ടല്ലോ, ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസ്. പിന്നെ എനിക്ക് ഏറ്റവും ഭംഗി തോന്നിയത് അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയത് ഇത് അതിൽ വരുന്നതാണ് കേട്ടോ. ഈ ചീനിച്ചട്ടികൾ കണ്ട, കുഞ്ഞളവ് തൊട്ട് മീഡിയം സൈസ്, ഏറ്റവും വലിയ അളവ്, അങ്ങനെ കുറേ ഉണ്ടത് കണ്ടോ. ഒരുപാട് അളവിലുള്ളതുണ്ട്. ഇതൊക്കെ ഞാനിവിടുന്ന് വാങ്ങിയിട്ടുണ്ട് നേരത്തെയൊക്കെയുള്ള സമയങ്ങൾ. പിന്നെ അലുമിനിയത്തിൻ്റെ ഏതെല്ലാം മോഡൽ, നമുക്ക് ഏതെല്ലാം ഉപയോഗത്തിന് വേണ്ട അലുമിനിയത്തിൻ്റെ എല്ലാ ഐറ്റംസും എല്ലാം ഞാൻ ഇവിടുന്നാണ്. അതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. എനിക്കത് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ കാണാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. ഇതൊക്കെ നമുക്ക് നമ്മുടെ കിച്ചണിൽ ആവശ്യമുള്ള സംഭവങ്ങളാണ്. ചോറൊക്കെ കോരി വെക്കേണ്ട ഈ ഹോളുള്ള പാത്രങ്ങളുണ്ടല്ലോ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കൊച്ചു കൊച്ചു ഡബ്ബകൾ. പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകൾ ഒരുപാട് അങ്ങനെ ഉപയോഗിക്കാറില്ല, കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗുകൾ, ബക്കറ്റുകൾ, അലുമിനിയത്തിൻ്റെ ബക്കറ്റുകൾ, പിന്നെ ഈ മുറം, ഇതെനിക്ക് ഇഷ്ടമാണ്. ഇത് വാങ്ങണം എന്നുണ്ട് എനിക്ക്. ചെറുത് ഒരു മീഡിയം സൈസ്, ഇതൊക്കെ പല അളവിലാണ് അതിരിക്കുന്നത്. എനിക്ക് സെറ്റായിട്ടാണോ എന്ന് സംശയമുണ്ട്, അത് ചോദിച്ചില്ല ഞാൻ. അങ്ങനെ ഞാൻ കേട്ടു, എവിടെയോ ഞാൻ കേട്ടു ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്, അതാണെന്ന് അറിയില്ല. പിന്നെ അത് ഗ്യാസ് ബർണറുകൾ, കത്തിയുണ്ട. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കത്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്തികൾ ഇങ്ങനെ നോക്കി വാങ്ങിയിട്ട് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. സാധാരണ ഈ കത്തികൾ നമുക്ക് ഇനി ഷോപ്പുകളിൽ നിന്നും പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഷോപ്പുകളിലൊക്കെ ഇതൊക്കെ തുടങ്ങിയത്. ഇതേ കണ്ടോ, എല്ലാ ഐറ്റംസും ഓരോന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകൾ കണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു വലിയ കളക്ഷനാണ് ഉള്ളത്. സ്ക്വയർ ടൈപ്പിലുള്ളത്, ലെങ്ത് ഉള്ളത്, അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മുടെ ഈ കണ്ടോ അലുമിനിയത്തിൻ്റെ ഉരുളികൾ, കലങ്ങൾ, നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ പൈസകളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി കുഞ്ഞ് ഡബ്ബകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പല ഡിസൈനാണ്. നമ്മുടെ ഈ വീഡിയോയുടെ എൻഡിലത് വരുന്നുണ്ട്.
അതൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ളത്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ വരുമ്പോൾ ഒന്ന് പോയിട്ട് ഇതുപോലെ എല്ലാം കയറി കണ്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക നമുക്കൊരു മനസ്സിന് സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ആയാലും കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് സമയം സന്തോഷം ഉണ്ടായാലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ. ഇതാ ഒരു കലങ്ങൾ കണ്ടോ, അലുമിനിയത്തിൻ്റെ കലങ്ങളുടെ ഒരു വൻ കളക്ഷനാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗി, ഇത് കാണാനായിട്ട് തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇത് സോഡാ മേക്കർ എനിക്കുണ്ട്. പക്ഷേ ഇത് നല്ല മോഡലുള്ളൊരു ഐറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞുമക്കൾക്ക് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു കളർഫുള്ളായിട്ടുള്ളൊരു സംഭവം. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. താങ്ക്